അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിലൂടെ പലപ്പോഴും ചില വാർത്തകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് രക്ഷിതാക്കളും പൊതുസമൂഹവും അധ്യാപകരുടെയൊക്കെ ശ്രദ്ധയിൽ എപ്പോഴും തങ്ങി നിൽക്കേണ്ട, വളരെ ജാഗ്രതയോടുകൂടെ ഇടപെടേണ്ട പല വിഷയങ്ങളെക്കുറിച്ചുമാണ്. ഇന്നലെ നമ്മുടെ മുമ്പിലേക്കൊക്കെ വന്ന ഒരു വാർത്ത, വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ ഒരുപാട് പ്രചരിച്ചിരുന്നൊരു വാർത്തയാണ്. മലപ്പുറം ജില്ലയിലാണെന്ന് തോന്നുന്നു, +2 വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി ആത്മഹത്യ ചെയ്ത സംഭവം. എന്താണ് അതിൻ്റെ വിശദീകരണം എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം പോലീസ് കേസും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവരൊക്കെ അന്വേഷിച്ച് അതിനെക്കുറിച്ചുള്ള കാരണങ്ങളും മറ്റുമൊക്കെ പഠിക്കട്ടെ. എൻ്റെ വീഡിയോ കാണുന്ന ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടവരോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്ന വിവരങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിച്ചാൽ വലിയ സന്തോഷം. ഏതായാലും വാട്സപ്പുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന 1-2 വോയിസ് ക്ലിപ്പുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം അവർക്കത് താല്പര്യമില്ലാത്തതാവാം. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 1-2 കാര്യങ്ങൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. +2 വിദ്യാർത്ഥിനിയായ 18 വയസ്സുള്ള പെൺകുട്ടി ഇപ്പോൾ സ്കൂളിൽ ക്രിസ്മസ് വെക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷയിൽ സ്കൂളിൽ വെച്ച് കോപ്പി അടിക്കാനുള്ള ശ്രമം നടക്കുന്നു. നമുക്കറിയാം, പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കോപ്പി അടിക്കൽ സുലഭമാണ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം അധ്യാപകരുണ്ടെങ്കിൽ പോലും ഭയമില്ലാതെ കോപ്പി അടിക്കൽ ഇപ്പോൾ സുലഭമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭൂരിഭാഗം അധ്യാപകരും കണ്ണടക്കലാണ് പതിവ്. കാരണം കുട്ടികൾ ജയിച്ചു പോവട്ടെ എന്നൊക്കെ കരുതിയത് കൊണ്ടാവാം. എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഈ പെൺകുട്ടി അങ്ങനെ കോപ്പി അടിക്കുന്നു. ഞാനീ പറയുന്നത് ആ പ്രചരിപ്പിക്കപ്പെട്ട വോയിസ് ക്ലിപ്പുകളിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. കോപ്പി അടിച്ചതിനെ തുടർന്ന് രക്ഷിതാവിനെ വിളിപ്പിക്കുന്നു സ്കൂളിൽ നിന്ന്. രക്ഷിതാവ് വന്ന് സ്കൂളിൽ അവിടെ വെച്ച് സംസാരങ്ങൾ ഉണ്ടാവുന്നു. അവസാനം ആ രക്ഷിതാവിൻ്റെ കൂടെ ആ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. വീട്ടിലെത്തിയ ഈ കുട്ടി സാധാരണ പോലെ ഉപ്പയെ വിളിക്കുന്നു. വാപ്പിച്ചിയെ എന്ന് പറഞ്ഞ് ഉപ്പയെ വിളിക്കുന്ന സമയത്ത് മക്കളോടൊക്കെ മക്കൾ നന്നാവാൻ വേണ്ടി അവരുടെ ഉള്ളിലൊരു വിഷമം കൊണ്ടെങ്കിലും അവരിനി ഇത് ചെയ്യാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പറയുന്നത് പോലെ ആ പൊന്നുപ്പയും അവരുടെ പൊന്നുമോളോട് പറഞ്ഞു, മോളെ, നീ എന്നെ നാണം കെടുത്തിയതാണ്, നീ എന്നെ ആളെ മുമ്പിൽ വഷളാക്കിയില്ലേ, എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞു. അതൊക്കെ എന്തൊപ്പച്ചേ, അതൊക്കെ അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ മോള് ഉപ്പാനോട് മറുപടി പറയുകയും ചെയ്തു. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന സംഭവമാണ് കേട്ടോ ഇത്. കുറച്ച് സമയം കഴിഞ്ഞ് പെൺകുട്ടി റൂമിലുണ്ട്, ഉപ്പ മറ്റൊരു റൂമിൽ നിസ്കാരത്തിനോ മറ്റോ മാറുന്നു. ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി പോയ സമയത്ത് വാതിൽ തുറക്കുന്നില്ല. വാതിൽ മുട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല. എന്തോ ഒരു അസ്വാഭാവികത ഇതിൽ തോന്നുകയും ആ വാതിൽ ചവിട്ടി തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ അങ്ങനെ ഒച്ചപ്പാട് കേട്ട് തൊട്ട അയൽവാസി ഓടി വരുന്നു. എന്താ ഇത്രയും വലിയ ശബ്ദം കേൾക്കുന്നത്? അങ്ങനെ വാതിൽ തുറന്നപ്പോഴാണ് ഒരു കഷ്ണം കയറിൽ തൂങ്ങിക്കിടക്കുന്ന +2 വിദ്യാർത്ഥിനിയായ 18 വയസ്സുള്ള ആ പൊന്നുമോളെ കണ്ടത്. ഉപ്പയുടെ ശ്വാസം നിലച്ചു പോയ സമയം, വളരെ ബേജാറിൽ ഉപ്പ ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്ന സമയം, കുടുംബക്കാരൊക്കെ പ്രയാസപ്പെടുന്ന ഈ ഒരു ഉപ്പയെ സമാധാനിപ്പിക്കാനായി രംഗത്തേക്ക് വരുന്നുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മുടെ മുമ്പിലേക്കൊക്കെ വന്നു. ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ ഒരു ന്യൂസിൻ്റെയോ മറ്റോ കമൻറ്റിൽ പറഞ്ഞൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരാൾ പറയുന്നു, എൻ്റെ മകളും ഈ പെൺകുട്ടിയുടെ കൂടെ അതേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. ആ അധ്യാപകൻ അവളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വളരെ മോശമായി ഒരുപാട് ശകാരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അവൾ കരയുന്നുണ്ടായിരുന്നു എന്നൊക്കെ. ആ പെൺകുട്ടിയുടെ മനസ്സിൽ തോന്നിയ ചിന്തകൾ എന്തൊക്കെയാണ്, ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ പെൺകുട്ടിയുടെ മനസ്സിൽ മിന്നിമറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായൊരു കാരണം, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ വീഡിയോകളിലായാലും ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ ആയാലും രക്ഷിതാക്കളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ മക്കളെ നാം കെയർ ചെയ്യേണ്ടത് പഴയ കാലത്തേതുപോലെ നമ്മുടെ മക്കളെ ഇങ്ങനെ ചെയ്താൽ അവർ നന്നാവും എന്ന നമ്മുടെ ചിന്താഗതിയിൽ നിന്നുകൊണ്ടല്ല. പുതിയ കാലത്തെ മക്കളുടെ ചിന്താഗതി, അവരുടെ മാനസിക വളർച്ച ശരീരത്തിനേക്കാൾ എത്രയോ ബഹുദൂരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
ചെറിയ കാര്യങ്ങളെപ്പോലും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും വലിയ വലിയ ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളിലേക്ക് അവരെത്തുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിലേക്ക് ഒരു പെട്ടെന്ന് അഡിക്ഷൻ ലെവലിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ. ഏറ്റവും ആദ്യം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോടും, എന്നെ ശ്രമിക്കുന്ന അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കൾ നമ്മുടെ മക്കളുടെ വിജയങ്ങളിൽ, നമ്മുടെ മക്കളുടെ അച്ചീവ്മെൻറ്റുകളിൽ, അവർ നേടിക്കൊണ്ടുവരുന്ന വലിയ വലിയ ഉന്നതങ്ങളിൽ നമ്മൾ സന്തോഷിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവർക്കുണ്ടാകുന്ന സങ്കടങ്ങളിൽ, അവർ മാനസികമായി തളർന്നു പോകാൻ സാധ്യതയുള്ള സമയങ്ങളിലും അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് സമാധാനത്തിൻ്റെ വാക്കുകൾ പകർന്നു കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യണം. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്, ആ ഉമ്മ പറയുന്നുണ്ട്, അത്രേ സാരമില്ല, ക്രിസ്മസ് പരീക്ഷയല്ലേ, കൊല്ലപ്പരീക്ഷ വരാനുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്, പരീക്ഷ ടഫായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ. ആ ഉമ്മ അത്രയൊക്കെ പറഞ്ഞിട്ടും ആ പൊന്നുമോൾ എന്തിനങ്ങനെ ചെയ്തു എന്നതാണ് നമ്മയൊക്കെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. അധ്യാപകരായിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മുമ്പിലെത്തുന്ന വിദ്യാർത്ഥികൾ വ്യത്യസ്ത മാതാവിൽ നിന്നും വ്യത്യസ്ത പിതാവിൽ നിന്നും ഉണ്ടായവരാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വഭാവ ഗുണങ്ങളോടെ, നമ്മൾ ആഗ്രഹിക്കുന്ന പെരുമാറ്റ ഗുണങ്ങളോടെയല്ല അവർ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാവരും വ്യത്യസ്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, എല്ലാവരുടെയും അറ്റൻഷൻ വ്യത്യസ്ത രീതിയിൽ, എല്ലാവരുടെയും ശ്രദ്ധാരീതികൾ വ്യത്യസ്ത രീതിയിൽ, കുരുത്തക്കേടുകളിൽ പോലും പുതുമ കണ്ടെത്തുന്ന കാലമാണിപ്പോൾ. അങ്ങനെ എല്ലാം വ്യത്യസ്തമായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവരെല്ലാവരെയും ഒരേപോലെ കെയർ ചെയ്യാനും അവരെല്ലാവരെയും ഒരേപോലെ ട്രെയിൻ ചെയ്യാനും ശ്രമിക്കുമ്പോൾ ചിലത് നമ്മുടെ ശ്രദ്ധയിലേക്ക്, നമ്മൾ വരച്ച വരയിലേക്ക് വന്നുകൊള്ളണമെന്നില്ല. അവരെ കൊണ്ടുവരാനുള്ള വഴികളെ അവരിൽ നിന്ന് മനസ്സിലാക്കി ഇടപെടുക എന്നതാണ് അധ്യാപകർ ചെയ്യേണ്ടത്. നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു വിദ്യാർത്ഥി, നല്ല ഗുണങ്ങൾ ഉള്ള വിദ്യാർത്ഥി, പഠനത്തിൽ മികവുള്ള ഒരു വിദ്യാർത്ഥി, അവരെന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റുകളുമായി വരുന്ന സമയത്ത് നമ്മൾ അവരെ അഭിനന്ദിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി, പഠനത്തിൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി ആ പഠനത്തിൽ നിന്നും ബേക്കോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ മാനസികമായി ആ കുട്ടി തളരുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ആ സമയത്തും അവർക്ക് കൈത്താങ്ങാവാൻ കൂടി നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ വളരെ കൃത്യമായി അവർക്ക് അവരുടെ മാനസികമായ വളർച്ചയെ മനസ്സിലാക്കി ഇടപെടാൻ അധ്യാപകർക്ക് കഴിയേണ്ടതുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളിൽ വാക്കുകൾ എഴുതി പഠിക്കേണ്ട സമയമായിട്ടും, അല്ലെങ്കിൽ കൂട്ടി എഴുതേണ്ട വാക്കുകൾ എഴുതുകയും അങ്ങനെ പുസ്തകങ്ങൾ ഫ്ലുവൻ്റായി വായിച്ച് പഠിക്കേണ്ട സമയമായിട്ടും അക്ഷരമറിയാത്ത വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വല്ലാത്ത ആവലാതിയാണ്, ഞങ്ങൾ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാൻ ആ വിദ്യാർത്ഥികളെ രഹസ്യമായി വിളിച്ചൊരു ദിവസം ചോദിച്ചു, ശനി ഞായർ ദിവസങ്ങളിൽ ഫ്രീ സമയങ്ങളിൽ നിങ്ങൾ ഒരു 10 മിനിറ്റ് സമയം അധികം ഇരിക്കും, ഞാൻ അങ്ങനെയാണെങ്കിൽ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരാം. അവരാവേശത്തോടെ ഇരുന്ന് അക്ഷരങ്ങൾ പഠിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇനി ഈ പോക്ക് ശരിയാവില്ല, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞ സമയമാണത്. നമ്മുടെ മുമ്പിലെത്തുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം മനസ്സിലാക്കി അവരെ ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ടത് പകർന്നു കൊടുക്കാനുമുള്ള കഴിവ് രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ അധ്യാപകർക്ക് ഉണ്ടാകണം. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാണ് അവരധിക സമയവും ഉണ്ടാവുന്നത്, നിങ്ങളോടൊപ്പമാണ് അവർ ഇണങ്ങിച്ചേരുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് മനസ്സിലാക്കി അവരെ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ സങ്കടങ്ങളിലും സന്തോഷത്തിലും ഒരേപോലെ ചേർന്ന് നിൽക്കുക. പ്രത്യേകിച്ച് കൗമാരക്കാർ, അവരെല്ലാത്തിനോടും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും തോന്നുകയും എല്ലാം ഒന്ന് അനുഭവിച്ചറിയാൻ ആഗ്രഹം തോന്നിയ സമയത്ത് അവർക്ക് അനുഭവിക്കേണ്ടത് വീട്ടിൽ നിന്ന് കിട്ടുന്നത് മാത്രം അനുഭവിച്ചാൽ മതി എന്നിടത്തേക്ക് അവരുടെ ചിന്താഗതി എത്താൻ രക്ഷിതാക്കൾ അവരെ സഹായിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കി മാറ്റട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.